പ്രൊഫസർ സാജു കണ്ണന്തറ, പ്രൊഫസർ, ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ എന്തൊക്കെ പറഞ്ഞാലും ആം ആദ്മി പാർട്ടി 2 സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്കടക്കം വളർന്നതിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട്. നാളെ മനീഷ് സിസോദിയെ പോലെ മാസങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഒരു ജയിലിനും എന്നെ എല്ലാ കാലത്തേക്കും പൂട്ടിയിടാൻ കഴിയില്ല എന്നൊക്കെ. അതൊക്കെ ഒരു രാഷ്ട്രീയ ആത്മവിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു കരിസ്മ അസ്തമിച്ചു പോയാൽ അതിജീവിക്കാൻ കഴിയുമോ ആം ആദ്മി പാർട്ടിക്ക്? ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനത്തിന് അരവിന്ദ് കെജ്രിവാൾ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചു എന്നതുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രസ്ഥാനം തകർന്നു പോകുമെന്നോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ നേതൃത്വം ഇല്ലാതാകുമോ എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. കാരണം നല്ല ജനകീയ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ആം ആദ്മി പാർട്ടി മാറിയത്. ഇവിടെ സന്ദീപ് വാര്യർ ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രതിപക്ഷത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കളെല്ലാം അഴിമതിക്കാരാണ്. BJPയിൽ അഴിമതിയൊന്നുമില്ല. അത് സ്ഥാപിക്കാൻ വേണ്ടി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെയൊക്കെ വേട്ടയാടുകയാണ്. ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമാണെങ്കിൽ EDയും CBIയും ഒക്കെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ അറസ്റ്റിലാകാൻ പോകുന്നത്, ഇവിടെ ജയിലിൽ നിറയാൻ പോകുന്നത് BJP നേതാക്കന്മാരെ കൊണ്ടായിരിക്കും എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് EDയും CBIയും ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത്. ആ വസ്തുത താങ്കൾ മറക്കരുത്. കാരണം ഇന്ന് ആം ആദ്മി പാർട്ടി വളർന്നു വരുന്ന പ്രസ്ഥാനമാണ്. ഇന്ന് BJP നേതൃത്വം ഏറ്റവും ഭയക്കുന്ന ഒരു വ്യക്തി അത് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ കേജ്രിവാളാണ്. അപ്പോൾ ഏത് വിധേനയും അദ്ദേഹത്തെ നിശബ്ദനാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് BJPക്കുള്ളത്. ഇന്ന് കോൺഗ്രസുമായിട്ട് ചേർന്നുകൊണ്ട് ആം ആദ്മി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായെങ്കിൽ അത് വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി. കാരണം ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനം ഇനി ഇന്ത്യയിൽ തുടരുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ ആം ആദ്മി പാർട്ടിയെ ശക്തമായിട്ട് വിമർശിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പമാണ്, ആ ജനങ്ങളുടെ ചിന്തയ്ക്കൊപ്പമാണ് ഇന്ന് ആം ആദ്മി പാർട്ടി ഉള്ളത്.